പാർവതിയുടെ ഒരു ഇരട്ട താപ്പ് നമുക്കിതിൽ കാണാം. പണം കിട്ടിയാൽ തുണി അഴിക്കും, പണം കിട്ടിയില്ലെങ്കിൽ തുണി അഴിക്കില്ല. മലയാളത്തിൽ കുലീനതയുടെ പ്രതീകം. തമിഴിൽ പോയാൽ നമ്മൾ തുണി അഴിക്കും. എത്ര വേണമെങ്കിലും തുണി അഴിക്കാൻ നമ്മൾ നിർബന്ധിതരാകും, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാകും. കാരണം മലയാളത്തെക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് തമിഴിലാണ്. പല പല നടിമാരും തമിഴിൽ പോയി തുണി അഴിച്ചിട്ടുണ്ട്. അതിൽ ഒരു നടി വേറെ ആരുമല്ല, പാർവതിയാണ്. നമ്മുടെ ജയറാമിന്റെ ഭാര്യയായ പാർവതി ഒരു കാലത്ത് മലയാളത്തിൽ തിളങ്ങി നിന്ന താരമായിരുന്നു. മമ്മൂട്ടിയോടൊപ്പവും മോഹൻലാലിനോടൊപ്പവും ഒക്കെ അവർ അഭിനയിച്ചു. മാത്രമല്ല മറ്റ് പല നടന്മാരോടൊപ്പവും അവർ ജോഡിയായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒരു അബദ്ധം പറ്റി. തമിഴിലെ പ്രശസ്തമായ ചിത്രം പൂക്കൾ ഭൂകമ്പത്തിൽ അഭിനയിക്കാൻ അവരെ ക്ഷണിച്ചു. വലിയ പ്രതിഫലമാണ് കൊടുത്തത്. നിർമ്മാതാക്കൾ പറഞ്ഞു അല്പസ്വല്പം ഒക്കെ വിവസ്ത്ര ആകേണ്ടി വരും ആ സിനിമയിൽ. ഈ വലിയ പ്രതിഫലം കേട്ടപ്പോ പാർവതി വീണുപോയി. പൂക്കൾ ഭൂകമ്പം എന്ന ചിത്രത്തിലെ നായകൻ ത്യാഗരാജനാണ്. നമ്മുടെ ന്യൂഡൽഹിയിൽ സേലം വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ത്യാഗരാജൻ നായകനായ പൂവുക്കൾ ഭൂകമ്പത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിൽ മൂടി പുതഞ്ഞ് അഭിനയിച്ച പാർവതിയുടെ നഗ്നത പ്രദർശനമായിരുന്നു. അത് വലിയ സെൻസേഷണലായി മാറി ഒരു കാലത്ത്. പൂവുക്കൾ ഭൂകമ്പം കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ പാർവതിയുടെ മാംസളമായ മേനി കാണാൻ വേണ്ടി ഇടിച്ചു കയറി ചെറുപ്പക്കാർ. അവർ കണ്ട് അത് ആസ്വദിച്ചു. അതിനുശേഷം ഒരു അഭിമുഖം പാർവതി കൊടുത്തു ഒരു സിനിമാ വാരികയ്ക്ക്. ആ വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പാർവതി പറയുന്നു, പൂക്കൾ ഭൂകമ്പം എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് തന്റെ വലിയ മണ്ടത്തരമാണ്. അങ്ങനെ അഭിനയിക്കേണ്ട ഒരു കാര്യം തനിക്ക് ഇല്ലായിരുന്നു. നല്ല പ്രതിഫലം കിട്ടുമെന്ന് മോഹിച്ചപ്പോൾ, വാഗ്ദാനം ചെയ്തപ്പോൾ താൻ പോയി അഭിനയിച്ചു. അത് വലിയ കുരുക്കായി മാറി. മലയാളികൾ എന്നെ ഇപ്പോഴും കാണുന്നത് ബേബി ശാലിനിയായിട്ടാണ്. ഇതാണ് ആ അഭിമുഖത്തിൽ, ആ ചലച്ചിത്ര വാരികയുടെ അഭിമുഖത്തിൽ പാർവതി പറഞ്ഞ സംഭവം. എന്തായാലും പാർവതിയുടെ ഒരു ഇരട്ട താപ്പ് നമുക്കിതിൽ കാണാം. പണം കിട്ടിയാൽ തുണി അഴിക്കും, പണം കിട്ടിയില്ലെങ്കിൽ തുണി അഴിക്കില്ല. ഇതാണ് പാർവതിയുടെ രീതി. പാർവതിയുടെ പൂക്കൾ ഭൂകമ്പം എന്ന ചിത്രം ഇപ്പോഴും യൂട്യൂബിൽ തരംഗമാണ്. പാർവതിയുടെ നഗ്നത കാണാൻ വേണ്ടി മാത്രം പൂക്കൾ ഭൂകമ്പം കാണുന്നവരുണ്ട്. ആക്ഷൻ രംഗങ്ങൾ, ത്യാഗരാജന്റെ പ്രശസ്തമായ ആക്ഷൻ രംഗങ്ങൾ കാണാൻ വേണ്ടി പൂക്കൾ ഭൂകമ്പം കാണുന്നവരുണ്ട്. പൂക്കൾ ഭൂകമ്പം ഇപ്പോൾ മാധ്യമ ലോകം പിടിമുറുക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും വലിയ ഹിറ്റായി പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു.